തഹാവൂർ റാണ ഇന്ത്യയിൽ എത്തിയതിനു പിന്നാലെ നമ്മുടെ മുൻ DGP ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റയുടെ വലിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. തഹാവൂർ റാണ താജ് ഭീകരാക്രമണത്തിന് മുമ്പ് കൊച്ചിയിലെത്തി എന്നുള്ളതായിരുന്നു ലോക്നാഥ് ബെഹ്റയുടെ ആ വലിയ വെളിപ്പെടുത്തൽ. ഇപ്പോഴിതാ തഹാവൂർ റാണ കൊച്ചിയിലെത്തിയത് ഭീകര റിക്രൂട്ട്മെന്റിന് എന്ന സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 13 പേരെയാണ് ഇയാൾ അവിടെ വിളിച്ചിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് NIAക്ക് കിട്ടിയിരിക്കുന്നു. സഹായം നൽകിയ ആളെ NIA കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കൊച്ചിയിലെത്തിയത് ഭീകര റിക്രൂട്ട്മെന്റിന് തന്നെയാണ് എന്ന് വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് ഇപ്പോൾ NIA. എന്തു തന്നെയായിരുന്നാലും NIA ആസ്ഥാനത്ത് ഇയാളുമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിനിടെയാണ് കൊച്ചി അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ സന്ദർശനം നടത്തിയ കാര്യം ഇയാൾ വെളിപ്പെടുത്തിയത്. പല പ്രമുഖരുമായും ഇയാൾ അവിടെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇതിൽ രാഷ്ട്രീയ പ്രമുഖരും ഉൾപ്പെടുന്നു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് കൊച്ചിയിൽ ദിവസങ്ങളോളം ഇയാൾ താമസിച്ചുവെന്നും ഇയാൾ പറഞ്ഞതായിട്ടുള്ള വിവരമുണ്ട്. ഈ സമയത്ത് 13 പേരെ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. കൊച്ചിയിൽ റാണയ്ക്ക് ആരുടെ സഹായം ലഭിച്ചുവെന്നതടക്കം നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ദാവൂദ് ഗിലാനിയെയും റാണയെ സഹായിച്ച ഒരാളെയും NIA കസ്റ്റഡിയിലെടുത്ത് ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇരുവരെയും ഒന്നിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യാൻ ഇപ്പോൾ NIAയുടെ പദ്ധതി. എന്നാൽ ആദ്യത്തെ ദിവസം ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ മറുപടികൾ റാണ നൽകിയില്ല. ഇയാൾ ചോദ്യം ചെയ്തതുമായി സഹകരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ 3.5 മണിക്കൂറോളമാണ് ഇയാളെ ചോദ്യം ചെയ്തത്. 2008 നവംബർ 26-നാണ് മുംബൈ ഭീകരാക്രമണം നടക്കുന്നത്. ഇതിന് ദിവസങ്ങൾക്ക് മുമ്പ് റാണ കേരളത്തിലും എത്തിയിരുന്നുവെന്ന് NIA കണ്ടെത്തിയിരുന്നു. ഉത്തർപ്രദേശിലെ ഹാപൂർ, ആഗ്ര, ഡൽഹി, അഹമ്മദാബാദ്, മുംബൈ എന്നിവിടങ്ങളിലും റാണ യാത്ര ചെയ്തിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. നവംബർ 16, 17 തീയതികളിലാണ് ഇയാൾ കൊച്ചിയിലെ താജ് റെസിഡൻസിയിൽ എത്തിയത്. മറൈൻ ഡ്രൈവിലുള്ള ഭാര്യയ്ക്കൊപ്പമാണ് റാണ താമസിച്ചത്. എന്നാൽ മറ്റെവിടെയെങ്കിലും താമസിച്ചിരുന്നോ എന്നും കണ്ടെത്താനുണ്ട്. റാണയെ ചോദ്യം ചെയ്യുന്നതിനിടെ ഇക്കാര്യത്തിലും വ്യക്തത വരുത്താൻ സാധിക്കും. മുംബൈക്ക് സമാനമായ ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ് കൊച്ചി. മുംബൈയിലേത് സമാനമായ കടൽ മാർഗവും കൊച്ചിക്കുണ്ട്. അതുവഴി കടന്നു കയറാൻ സാധിക്കും. കേരളത്തിൽ ഇയാൾ ആക്രമണത്തിന് പദ്ധതിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതികൾ മെനഞ്ഞോ എന്നുള്ള കാര്യവും ഇപ്പോൾ NIA അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.